ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലേറ്റസ്റ്റായിട്ട് ലക്ഷ്മിപ്രിയ അൻസിബയും തമ്മിൽ കുറേയധികം പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം കാര്യങ്ങൾ ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീയെ പറ്റി പറയാൻ പാടില്ലാത്ത രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഇപ്പം ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നതായിരുന്നു. ആ ഒരു പ്രതികരണം വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു വലിയ പ്രതികരണം വന്നതിന് ശേഷം ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ടായിട്ട് ഭർത്താവ് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യലക്ഷ്മിക്കെതിരെ. സോ അങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അതെന്തൊക്കെയാണ് എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ലക്ഷ്മിപ്രിയ അൻസിബയെ പറ്റി പറഞ്ഞ ആ ഒരു ആരോപണങ്ങൾ, അതിന് മറുപടിയായിട്ട് ഭാഗ്യലക്ഷ്മി എന്താണ് പറഞ്ഞത്, അവസാനം ഈ ഒരു ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ട് ഭർത്താവ് എന്താണ് പറഞ്ഞത് എന്നുള്ളൊരു കാര്യങ്ങൾ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. സോ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക. എന്നിട്ട് സൈഡിലുള്ള ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊന്ന് ഞെക്കിയേക്കോ, എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വേഗത വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു അൻസിബയും അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള ഇഷ്യൂസ്, അമ്മ എന്ന് പറഞ്ഞ താരസംഘടനയിൽ കുറച്ച് നാളുകളായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു നേതൃത്വത്തിലിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അൻസിബ. അതിൽ നിന്ന് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണമായിട്ട് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തന്നെ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു വ്യക്തിയാണ് ടിനി ടോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്ന രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീഡിയയുടെ മുമ്പിൽ കണ്ട സമയത്ത് ഈ ഒരു അൻസിബ മീഡിയസിനെ കാണുകയും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ലക്ഷ്മിപ്രിയ ഈ ഒരു അൻസിബയ്ക്കെതിരെ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് വേറെ ആരാണ്ടൊക്കെ ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം ഈ ഒരു അൻസിബയും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്, ഇത്തിരി വലിയൊരു ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അൻസിബ ലക്ഷ്മിപ്രിയ തനിക്കെതിരെ പരാതി കൊടുത്തു എന്നുള്ളൊരു കാര്യം, ഒരു കാര്യമില്ലാത്തൊരു കാര്യത്തിനാണ് ഇവർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ഈ ഒരു ലക്ഷ്മിപ്രിയയ്ക്കൊക്കെ പോലീസ് സപ്പോർട്ടായിട്ട് നിന്നിട്ട് തന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചു എന്നുള്ളൊരു കാര്യം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയാണ് അത് കണക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ തനിക്ക് പുറത്ത് പറയാനോ താല്പര്യമൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ലക്ഷ്മിപ്രിയയൊക്കെ തനിക്കെതിരെ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് ക്ലിയറായിട്ട് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് ഒരു ദിവസം അമ്മയുടെ ഭാഗമായിട്ട് താൻ ഈ ഒരു ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരു ദിവസം ഈ ലക്ഷ്മിപ്രിയ തനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് താൻ എന്തോ മോശമായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു, അതുണ്ടെങ്കിൽ ഭർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ തെറ്റിദ്ധരിച്ചു, അതായത് ലക്ഷ്മിപ്രിയ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ എന്തൊക്കെയോ വഴക്കാവുകയും അടിക്കാൻ വരെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം ഈ ഒരു അൻസിബയാണ്. അതുകൊണ്ടാണ് അൻസിബയുടെ പേരിൽ കേസ് കൊടുത്തത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അൻസിബ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടതും ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി. ഞാൻ അങ്ങനെ ഒന്നും തന്നെ മോശമായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടില്ല, അമ്മയുടെയൊക്കെ ആവശ്യമായിട്ട് ഒരു മെസ്സേജ് മാത്രമേ അയച്ചിട്ടുള്ളായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്താണ് മെസ്സേജ് എന്നൊന്നും കാര്യങ്ങളും ഈ ഒരു അൻസിബയോ ലക്ഷ്മിപ്രിയോ ഒന്നും താൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ പോലീസൊക്കെ ഉണ്ടെങ്കിൽ അൻസിബയെ കുറേയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അവിടെ വെച്ച് ഇതേണക്ക് പോലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കണക്ക് നിങ്ങളുണ്ടെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്ക് ക്ഷമ പറയണം എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ജേർണലിസ്റ്റായിട്ടുള്ള ഈ ഒരു അൻസിബയുടെ ജേർണലിസ്റ്റായിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. അവർ ചെന്നിട്ട് അതിൻ്റെ കോപ്പിയൊക്കെ എടുക്കാൻ വേണ്ടി ചോദിച്ച സമയത്ത് ആദ്യമേ സമ്മതിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ മീഡിയസിനെ കാണും എന്ന് പറഞ്ഞ സമയത്ത് പോലീസ് പറഞ്ഞു, നിങ്ങളുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ എടുത്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻസിബ എഴുതി ഒപ്പിട്ട് കൊടുത്ത് അതിനകത്ത് നോക്കിയപ്പോൾ കാണാം വേറൊരു ലൈനും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് ഈ ഒരു എഴുതിയതിൻ്റെ ഒരു പേപ്പർ ഫോട്ടോ എടുത്ത് ഈ ഒരു ലക്ഷ്മിപ്രിയയുടെ ഹസ്ബൻഡിന് അയക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട സമയത്ത് ഈ ഒരു പോലീസുകാരും ലക്ഷ്മിപ്രിയയൊക്കെ തമ്മിൽ നടത്തുന്ന ഇവരെല്ലാം കൂടെ ചേർന്ന് തന്നെ മാനസികമായിട്ട് കുറേയധികം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെയായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു ലക്ഷ്മിപ്രിയ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻ്റർവ്യൂവിൽ ലക്ഷ്മിപ്രിയ ഉണ്ടെങ്കിൽ അൻസിബയ്ക്കെതിരെ വലിയൊരു ആരോപണങ്ങളായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു അൻസിബയും ലക്ഷ്മിപ്രിയയും ഈ ഒരു കഴിഞ്ഞ ഓണത്തിൻ്റെ ആ ഒരു സമയത്തൊക്കെ ഒരുമിച്ച്
തിരുവനന്തപുരത്ത് ഏതോ ഒരു ഷൂട്ടിങ്ങിനുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരേ എന്തോ റൂം പോലത്തുള്ള 2 റൂംസായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ എന്തോണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ആ ഒരു ഷൂട്ടിങ്ങിൽ നല്ല രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് എവിടെയൊക്കെയോ പോയി ചുറ്റിക്കറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഈ ഒരു പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി കുറച്ച് ദിവസത്തിന് ഷൂട്ട് കാണത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, അങ്ങനെ ഈ ഒരു ലക്ഷ്മിപ്രിയ ഉണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മിപ്രിയ അടുത്ത് അൻസിബ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, 2-3 ദിവസം ഇവിടെ നിൽക്കണം, ഇവിടെ കുറച്ച് കാര്യമുണ്ട്, പൈസയൊക്കെ ഇവരെ നിന്ന് വാങ്ങണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിപ്രിയ അപ്പം ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അടുത്ത് വാ, ഞാൻ പൈസ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അൻസിബ പറഞ്ഞു വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും, അങ്ങനെ വെളുപ്പിനെ വരെ ഞങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഒരു ലക്ഷ്മിപ്രിയ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വെളുപ്പിനെ എന്തുവാണോ ട്രെയിൻ ഉണ്ടായിരുന്നത്, അതുവരെ ഉണ്ടെങ്കിൽ ഇവർ കാര്യം പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം ഈ ഒരു റൂമിൽ നിന്ന് ഇവർ അടുത്തടുത്തുള്ളൊരു റൂമാണ്, ഒറ്റ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെയൊക്കെ ഉള്ളൊരു റൂമാണ്. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ താൻ ആ ഒരു സമയമായപ്പം പോകാൻ വേണ്ടി ഇറങ്ങിപ്പോയതും പെട്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മുഖം മറച്ചുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഹോട്ടലിലേക്ക് കയറി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കയറിപ്പോയതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് കണക്ക് തനിക്ക് എവിടെയോ കണ്ട ഡൗട്ട് ഉണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താൻ ട്രെയിൻ ഇറങ്ങി നാട്ടിൽ വന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം കുറേയധികം മിസ് കോൾ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മിസ് കോൾ നോക്കിയപ്പോൾ ആരാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഹോട്ടലിലുള്ള കെയർ ടേക്കറായിട്ടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് ഇത് കണക്ക് ലക്ഷ്മിപ്രിയ എടുത്ത് പറഞ്ഞു, നിങ്ങളുടെ റൂമിലേക്ക് ഏതോ ഒരു വ്യക്തിയൊക്കെ കയറി പോകുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ചെന്ന് ചെക്ക് ചെയ്ത സമയത്ത് ആ റൂമൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെയായി ഞങ്ങളുണ്ടെങ്കിൽ തുറന്ന സമയത്ത് അകത്ത് കയറിയപ്പോൾ അൻസിബയുടെ റൂം ക്ലോസ് ആയിരുന്നു. ഞങ്ങൾ തട്ടി നോക്കിയപ്പോൾ അൻസിബ ഇറങ്ങി വന്നപ്പോൾ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പം ആ അൻസിബയുടെ റൂമിൽ തന്നെ ഏതോ ഒരു ആണിരിപ്പുണ്ടായിരുന്നു. ചോദിച്ച സമയത്ത് ഈ ഒരു അൻസിബ പറഞ്ഞത് എൻ്റെ ബ്രദറാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ID തരാൻ പറഞ്ഞപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ആ ഒരു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു അൻസിബയെ പറ്റിയൊക്കെ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണക്ക് ഒരു റൂമിലൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ഒരു പെൺകുട്ടിയെ പറ്റി പറ്റാത്ത രീതിയിലൊക്കെ അനാവശ്യ കാര്യങ്ങളൊക്കെ ഈ ഒരു ലക്ഷ്മിപ്രിയ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മദ്യം കുടിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേയധികം ആരോപണങ്ങൾ ഈ ഒരു അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവുകയും അൻസിബ ഈ ഒരു ലക്ഷ്മിപ്രിയക്കെതിരെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തോ കേസൊക്കെ കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ചർച്ചാ വിഷയമായ സമയത്താണ് ഇവർക്ക് മറുപടിയായിട്ടുണ്ടെങ്കിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കുറേയധികം പേര് നെഗറ്റീവായിട്ട് പറയുന്ന കണ്ട സമയത്തുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം മെയിനായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ നാക്ക് കാരണമാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ അറിയാത്ത ഒരു കാര്യങ്ങൾ നിങ്ങൾ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയെ പറ്റി അനാവശ്യമായിട്ട് വിളിച്ചു പറയുകയാണ്. അവർ നിങ്ങളുമായിട്ട് പ്രശ്നമുള്ളത് അമ്മയിൽ നടന്ന കുറേയധികം കാര്യങ്ങളാണ്, അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതിൽ നിങ്ങളെ വന്ന് പേഴ്സണലായിട്ട് അവർ അറ്റാക്ക് ചെയ്തൊന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളുണ്ടെങ്കിൽ ഇത് കണക്ക് വന്ന് അവരെ ഏതോ ഒരുത്തൻ്റെ കൂടെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആരോപണങ്ങളൊക്കെ കണ്ടുപിടിച്ചു അങ്ങനെ എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതൊക്കെ എന്തിനാണ് ഈ ഒരു മീഡിയയിൽ വന്ന് ഇന്ന് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറൊക്കെ നിങ്ങളുണ്ടെങ്കിൽ കുറച്ച് ഒതുങ്ങണം എന്നുള്ള രീതിയിൽ ലക്ഷ്മിപ്രിയ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ വരുന്ന ആ ഒരു ഫുള്ള് വീഡിയോക്കെതിരെ, അതായത് ലക്ഷ്മിപ്രിയ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൊടുത്ത ഇൻ്റർവ്യൂവിന് മറുപടിയായിട്ടാണ് ഈ ഒരു ഭാഗ്യലക്ഷ്മി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഭാഗ്യലക്ഷ്മി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ആൾക്കാർ മൊത്തം ലക്ഷ്മിപ്രിയക്കെതിരെ നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വേണം മറുപടി കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് ഭാഗ്യലക്ഷ്മിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേയധികം പേര് ലക്ഷ്മിപ്രിയക്കെതിരെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ള അൻസിബ എന്തോ കേസുമായിട്ടൊക്കെ പോകുന്നു എന്നുള്ള രീതിയിലാണ്. എന്തായാലും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ഭാഗ്യലക്ഷ്മിക്ക് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇപ്പം ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ ലക്ഷ്മിപ്രിയയ്ക്ക് സപ്പോർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ പറഞ്ഞ ഈ ഒരു ഭാഗ്യലക്ഷ്മിക്ക് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭർത്താവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഞാനും നിങ്ങളും തമ്മിലോ അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ നിങ്ങളോ തമ്മിൽ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എന്തിനാണ് നിങ്ങളിതിലേക്ക് കയറി വരുന്നത്, ഇത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ അൻസിബയ്ക്ക് ലക്ഷ്മിപ്രിയയോട് വല്ല പ്രശ്നമുണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഞങ്ങളെ വിളിച്ച് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന കാര്യമേ ഉള്ളായിരുന്നു. പക്ഷെ അത് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇതേ കണക്ക് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് എൻ്റെ ഭാര്യ അനാവശ്യമായിട്ട് ഓരോന്ന് പറയുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങളും ഇതേ കണക്ക് വന്ന് എൻ്റെ ഭാര്യയ്ക്കെതിരെ ഓരോന്ന് പറയുകയാണ്.
നിങ്ങളിങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് എനിക്കറിയാം. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഭാര്യയോടൊക്കെ അസൂയയാണ് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ ഇതിൻ്റെ ഇടയിൽ തല ഇടുവാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം. പിന്നെ ഇതൊക്കെ ലീഗലായിട്ട് നോക്കേണ്ട കാര്യങ്ങളല്ലാതെ ഇതൊക്കെ ഉണ്ട് ഇതുപോലെ ഇതുപോലെ എൻ്റെ ഭാര്യയെ അനാവശ്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഭർത്താവ് ഇട്ട വീഡിയോയുടെ താഴെ വന്ന കമൻസിലൊക്കെ പിന്നെ നിങ്ങളുടെ ഭാര്യ എന്താണ് അൻസിബയെ പറ്റി അനാവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അതിലൊന്നും പ്രതികരിച്ചില്ലല്ലോ. നിങ്ങളുടെ ഭാര്യയെപ്പറ്റി ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ അതിന് വലിയ മറുപടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതത്ര നല്ല കാര്യമല്ല. പിന്നെ വിളിച്ച് സംസാരിച്ചില്ല അൻസിബ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ആ ഒരു പ്രശ്നം നടന്നപ്പം നിങ്ങളുടെ ഭാര്യയൊക്കെ കേസ് കൊടുത്തത്. അതെന്തുകൊണ്ട് നിങ്ങൾ നേരെ അൻസിബയെ വിളിച്ച് സംസാരിച്ചില്ല? അത് നേരെ കേസ് കൊടുത്ത് എന്തിനാ? അപ്പം നിങ്ങൾക്ക് വരുമ്പോഴത്തേനും നിങ്ങൾക്കൊരു ന്യായം മറ്റുള്ളവരുടെ കാര്യമാകുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം എന്നൊക്കെയാണ്. അങ്ങനെയൊന്നുമില്ല. ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ലക്ഷ്മിപ്രിയ ഇതേ കണക്ക് അൻസിബയ്ക്കെതിരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങൾ നടത്തിയത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് സത്യമാണ്. അതിന് ഈ ഒരു മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്തൊക്കെ വന്ന് പറഞ്ഞാലും ഞങ്ങളുണ്ടെങ്കിൽ അൻസിബയുടെ കൂടെയാണ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം ലക്ഷ്മിപ്രിയ ഒന്നും വേറെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു വീഡിയോ കേൾക്കുന്ന നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് പറയുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്.